Hi students, welcome to Pala Neet Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് പண்ற ടോപ്പിക് വന്നിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നോർമലി നമ്മൾ നീറ്റ് പെർസ്പെക്റ്റീവിൽ പാക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ പാരുங்க നോർമലി ഒരു രണ്ട് ചാപ്റ്ററും കൂടെ ചേർത്ത് നോർമലി NCERTയിൽ രണ്ട് ചാപ്റ്റർ ദാ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആൻഡ് ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും കൂടെ ചേർത്ത് നോർമലി ஒரு 4 questions மினிமம் 4 questions வர வாய்ப்பு இருக்கு. ஸோ அந்த அளவுக்கு இம்பார்ட்டன்ட் ஆன சாப்டர் 2019 எல்லாமே up to 6 questions வரைக்கும் வந்திருந்தது. ஸோ அந்த அளவுக்கு இம்பார்ட்டன்ட் ஆன சாப்டர் ആണ് யாரு ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ஸோ நமக்கு ஸ்டார்ட் ചെയ്യാം. ஃபர்ஸ்ட் நம்ம ഈ கண்டென்ட் ஸ்டார்ட் பண்றது முன்னாடி வாட் இஸ் எலக்ட்ரோஸ்டாட்டிக்ஸ் நீங்க எல்லோருக்கும் தெரியும். ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതായത് ഇങ്ങ രണ്ട് ടേം ഒന്ന് ഇലക്ട്രോ സെക്കൻഡ് സ്റ്റാറ്റിക്സ് പാരുங்க. ഈ സ്റ്റാറ്റിക്സ് പാരുங்க. വാട്ട് ഈസ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് മീൻസ് സ്റ്റേഷനറി ആണ്. അതായത് നമ്മൾ ഇങ്ങ ഡിസ്കസ് പண்றது ഐഡിയ ഒരു ചാർജ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലുള്ള ചാർജ് ആണ്. അപ്പോൾ ചാർജ് നോർമലി ക്യൂ എന്ന് റെപ്രസെന്റ് பண்ணுം. ഈ ചാർജ് റെസ്റ്റിലാണ്. ഈ റെസ്റ്റിലുള്ള ചാർജുടെ ഫോഴ്സ് ഡിസ്കസ് ചെയ്യും. ഫോഴ്സ്, ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ മൂന്ന് ഐഡിയ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡിസ്കസ് பண்ணுவாங்க. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് എ ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ചാർജ് അറ്റ് റെസ്റ്റ് ആണ്. അത് മറ്റുമല്ല ആ റെസ്റ്റിലുള്ള ചാർജുടെ എസ്പെഷ്യലി ഫോഴ്സ് ആൻഡ് ദ ഫീൽഡ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദി ചാർജ് അറ്റ് റെസ്റ്റ്. ഇതാണ് മെയിൻ ഡിസ്കഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഐ തിങ്ക് ദ ഐഡിയ ഇസ് ക്ലിയർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻട്രൊഡക്ഷൻ അതാണ്. നമ്മൾ നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക് ചാർജ് ബേസിക് ഐഡിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഇലക്ട്രിക് ചാർജ് എല്ലാവർക്കും തിരിയും. ഇപ്പോൾ എല്ലാ ഏത് നമ്മൾ മെറ്റീരിയൽ பார்த்தாலும் എല്ലാ മെറ്റീരിയൽസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ ആറ്റംസുக்குள்ளே பார்த்தால் നിങ്ങൾക്ക് தெரியும் ஆட்டோட சென்டரில் நியூக்ளியஸ் இருக்குது. நியூக்ளியஸுக்குள்ளே പ്രോട്ടോൺ இருக்குது, ന്യൂട്രോൺ இருக்குது. அதுக்கு அவுட் சைடிலாயிட்டு ഈ ഓർബിറ്റ്സ് ഇലക്ട്രോൺസ് இருக்குது. എല്ലാവർക്കും தெரியும். அதாவது வேற எதுவும் இல்லை நான் சொல்கிறது. ஆட்டம்ஸினுள்ளே பாசிட்டிவ் சார்ஜ் உள்ள പ്രോട്ടോൺസ് இருக்குது, அவுட் சைடில் நெகட்டிவ் சார்ஜ் உள்ள இலக்ட்ரான்ஸும் இருக்குது. கிளியர் അല്ലേ? അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയൽസ് എടുത്ത് பார்த்தாலும் அங்கே எல்லாமே ഈ ചാർജസ് இருக்கு. അപ്പോൾ ചാർജ് ഒരു മെറ്റീരിയലുടെ ബേസിക് പ്രോപ്പർട്ടിയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ പോട്ടിருக்கு. ഇറ്റ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. എല്ലാ മെറ്റീരിയൽസുടെയും ഒരു ഇൻട്രിൻസിക്. ഇപ്പോൾ മാസ് അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. തനി അതൊക്കെ ഉള്ള ഒരു ഇൻട്രിൻസിക് ഐഡിയ ആണ്. അതേമാതിരി മാസ് മാതിരി വരുന്ന ഒരു ഐഡിയ ആണ് ആരും ചാർജ്. നമുക്ക് தெரியும் എല്ലാ ആറ്റത്തുക്കുള്ളേയും പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഇருக்கு. ദേ ആർ ചാർജസ്. ഇനി ഇங்கே അപ്പോൾ നമുക്ക് தெரியும் പോസിറ്റീവ് ചാർജ് ബോഡി, നെഗറ്റീവ് ചാർജ്. നമുക്ക് தெரியும் നോർമൽ നമ്മൾ ഏത് ആറ്റം എടുത്താലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹൈഡ്രജൻ എടുത്ത് പാരുங்க. ഹൈഡ്രജനുക്കുള്ളേ ന്യൂക്ലിയസുക്കുള്ളേ ഒരു പ്രോട്ടോൺ ഇருக்கு, ഔട്ട് സൈഡിൽ ഒരു ഇലക്ട്രോൺ ഇருக்கு. ഇത് ന്യൂട്രൽ ആറ്റമാണ്. അപ്പം ന്യൂട്രൽ മെറ്റീരിയൽസിൽ അതായത് ന്യൂട്രൽ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഈ പോസിറ്റീവ് ചാർജ് ഒരു പ്രോട്ടോണുക്ക് ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ചാർജസ് വൈസ് അത് ഈക്വലാണ്. അപ്പം നോർമലി ഒരു നോർമൽ മെറ്റീരിയൽസ് എല്ലാമേ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ஸோ நியூட்ரல் ആണ്. இனி இது எப்படி பாசிட்டிவ் ஆகும் எப்படி நெகட்டிவ் ஆகும்? அப்போ நமக்கு தெரியும் പോസിറ്റീവ് ആകും മീൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാരുங்க ഈ ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ ഈ ഇലക്ട്രോൺ അങ്ങ് ലോസ് ആയി. അപ്പോൾ ഇലക്ട്രോൺ ലോസ് ആയി മീൻസ് നെഗറ്റീവ് ചാർജ് കമ്മിയായി. നെഗറ്റീവ് ചാർജ് കമ്മിയായി മീൻസ് നമുക്ക് എപ്പടി சொல்லலாம் പോസിറ്റീവ് ചാർജ് അധികമായി എന്നും சொல்லலாம் അല്ലേ? നെഗറ്റീവ് ചാർജ് കമ്മിയായി മീൻസ് പോസിറ്റീവ് ചാർജ് അധികമായി. സോ അതാണ് പോസിറ്റീവ് ചാർജ്ഡ് ബോഡി. അപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഈസ് നത്തിങ് ബട്ട് ആ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് ലോസ് ആയി അപ്പടിപ്പെട്ട ബോഡിയാണ് ആര് പോസിറ്റീവ് ചാർജ് ബോഡി. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ആര് ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ ഇലക്ട്രോണിൻ്റെ നമ്പർ അധികമാവും. ഇലക്ട്രോൺ നമ്പർ അധികമാവുമ്പോൾ നെഗറ്റീവ് ചാർജ് അധികമാവും. ദാറ്റ് ഈസ് ദ നെഗറ്റീവ് ചാർജ്ഡ് ബോഡി. ഇങ്ങനെ കൊടുത്തിருக்கு പോസിറ്റീവ് ചാർജ്ഡ് ബോഡി മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ് ചാർജ്ഡ് ബോഡി മീൻസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി നിങ്ങൾ പാരുங்க ഇലക്ട്രോൺസ് ലോസ് பண்ணிയാൽ ഇലക്ട്രോണുക്ക് മാസ് ഇருக்கு. ഇലക്ട്രോണിൻ്റെ മാസ് എവിടെ വരും? ഇലക്ട്രോണിൻ്റെ മാസ് ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്. ഇത് എല്ലാവർക്കും തരും. നമ്മൾ ഏற்கனவே சொல்லியிருந்தோம் മാസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ബോഡിക്ക് ഇലക്ട്രോൺ ലോസ് ആയി. ഓരോ ഇലക്ട്രോണുക്കും മാസ് ഇருக்கு. അപ്പോൾ ഇലക്ട്രോൺ ലോസ് ആയി മീൻസ് മാസ് ലോസ് ആയി. സോ പോസിറ്റീവ് ചാർജ് ബോഡിക്ക് മാസ് ഡിക്രീസ് ആവും. മാസ് ഡിക്രീസ് ആവും. ഇനി ഞാൻ നെഗറ്റീവ് ചാർജ് ബോഡിക്ക് അഡീഷണൽ ഇലക്ട്രോൺ കിടച്ചതാണ്.
അപ്പോൾ അഡീഷണൽ ഇലക്ട്രോൺ കിടച്ചു മീൻസ് അഡീഷണൽ മാസ് കിടച്ചു, അതായത് നെഗറ്റീവ് ചാർജ് ബോഡിക്ക് മാസ് ഇൻക്രീസ് ആവും. ഇത് നീറ്റ് പേഴ്സ്പെക്റ്റീവിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ ഒരു നെഗറ്റീവ് ചാർജ് ബോഡിക്ക് മാസ് അധികമാവും, പോസിറ്റീവ് ചാർജ് ബോഡിക്ക് മാസ് കമ്മിയാവും. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് ചാർജ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഞാൻ ചൊല്ലിയിരുന്നത്. സോ അതേമാതിരി ചാർജ് യൂണിറ്റ് എല്ലാവർക്കും தெரியும், SI യൂണിറ്റ് കൂളംബാണ്. ഇനി വാട്ട് ഈസ് ഫണ്ടമെന്റൽ ചാർജ്, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് പண்றது. അതായത് വേറെ ഏതുമില്ല, നമ്മൾ ഏത് മെറ്റീരിയൽസ് എടുത്ത് பார்த்தாலும் അതുക്കുള്ള ഞാൻ ചൊല്ലിയിരുന്നു പ്രോട്ടോൺസും ഇലക്ട്രോൺസും ആണ്. അപ്പോൾ ഫണ്ടമെന്റലായി ഒരു ആറ്റത്തുള്ള ചാർജ് ആരാണ്? പ്രോട്ടോണും ഇലക്ട്രോണുമാണ്. സോ പ്രോട്ടോൺ ആയിരുന്നാലും ഇലക്ട്രോൺ ആയിരുന്നാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് സെയിം ആണ്. എല്ലാവർക്കും தெரியும் വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ്? 1.6 into 10⁻⁻19 കൂളമാണ് അല്ലേ? 1.6 into 10⁻⁻19. പ്രോട്ടോൺ ആകുമ്പോൾ അത് പോസിറ്റീവ് ആവും, ഇലക്ട്രോൺ ആകുമ്പോൾ -1.6 into 10⁻⁻19 എന്ന് വരുവാങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ഫണ്ടമെന്റൽ ചാർജ് എവിടെ വരും? ഞാൻ ഇങ്ങനെ എഴുതാം, 1.6 into 10⁻⁻19 ആണ്. ഇത് പ്രോട്ടോണിന്റെ കേസിൽ പോസിറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ കേസിൽ. ഇലക്ട്രോണിന്റെ കേസിലാകുമ്പോൾ നമുക്കത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ വാല്യൂ ആണ് ഫണ്ടമെന്റൽ ചാർജ്. അതായത് സിമ്പിൾ നമുക്ക് ചൊല്ലാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ ഓർ ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് ദ ഫണ്ടമെന്റൽ ചാർജ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഏത് ബോഡി എടുത്താലും ഇതിൽ മേ ബി 10 ഇലക്ട്രോൺസ് വരാം, 100 ഇലക്ട്രോൺസ് വരാം, 1000 ഇലക്ട്രോൺസ് വരാം. അപ്പോഴപ്പെട്ട ഇലക്ട്രോൺസ് ആണ് അതുള്ള ടോട്ടൽ ചാർജ് വരുവാങ്കിൽ അതാണ് ഫണ്ടമെന്റൽ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ചാർജ് വിറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇൻഡിപെൻഡന്റ്ലി മീൻസ് ഇത് അതായത് ഇതേക്കാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1.6 into 10⁻⁻19 കമ്മിയായ ചാർജ് ഇരിക്കാന്ന് കേട്ടാൽ കണ്ടിപ്പാ ഇருக்கு, ബട്ട് അത് ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ആകാതെ. ക്ലിയർ അല്ലേ? അപ്പോൾ അതേക്കാൾ കമ്മിയുള്ള നിറയെ ചാർജസ് ഇருக்கு. இப்போ நம்ம நீங்கள் ஆல்ரெடி NCERT-லே அதை மென்ஷன் பண்ணியிருக்கு. ஸோ அப்படிப்பட்ட சார்ஜஸ் இருக்கு, ஆனாலும் ஃபண்டமெண்டலாக அதாவது இண்டிபெண்டண்டாக எக்ஸிஸ்ட் ചെയ്യുന്ന ആർക്ക് மட்டும்தானே പോസിബിൾ? അത് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ. ദാറ്റ് ആ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് നമ്മൾ എന്നാ சொல்லலாம்? ഫണ്ടമെന്റൽ ചാർജ് എന്ന് சொல்லலாம். ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈ ചാർജിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ பார்க்கும்போது ഈ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ബേസ് பண்ணி നമുക്ക് പ്രോബ്ലംസ് വരെ വായ്പ இருக்கு. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്നാ? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ഞാൻ ഏർക്കണവേ ചൊല്ലിയിരുന്നത് ചാർജ് അതിൻ്റെ യൂണിറ്റ് ചൊല്ലിയിരുന്നത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഐഡിയ, ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ചാർജുക്ക് ഡയറക്ഷൻ എതുമില്ല, ഇറ്റ്സ് ഓൺലി സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ നമുക്ക് സിമ്പിൾ സ്കെയിലാർ മാതിരി ഇതിനെ ആഡ് பண்ணலாம். സ്കെയിലാർ മീൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ பாருங்க 4ഉം 2ഉം കൂടെ ആഡ് பண்ணிയാൽ 6 എന്ന് கிடைக்குவாங்க. അതേമാതിരി 4 കൂളവും 2 കൂളം കൂടെ ആഡ് பண்ணிയാൽ 6 കൂളം கிடைக்குவாங்க. ഇவ்வளவுதான். ഇതാണ് ആര്? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. അതായത് ചാർജ് നമുക്ക് സിമ്പിളായി Q1 + Q2 രണ്ട് ചാർജ് Q1ഉം Q2 ഇരുന്നാൽ നമുക്ക് സിമ്പിളായി ആഡ് பண்ணலாம். അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ பாருங்க +4 കൂളവും -2 കൂളം അല്ലേ? ഇത് പ്ലസ് ചാർജ് ആണ്, ഇത് മൈനസ് ചാർജ് ആണ്. ഇത് ആഡ് பண்ணிയാൽ എന്നാ വരും? ഇത് ആഡ് பண்ணிയാൽ Q = 4 + -2. അതായത് 4 സിംപ്ലി 4 - 2 എന്ന് വരും, ദാറ്റ് ഈസ് 2 കൂളം എന്ന് വരും. അതായത് സ്കെയിലാർ നമുക്ക് തരും. ഇപ്പോൾ 4 - 2 എടുത്താൽ 2 എന്ന് കിടക്കും. അപ്പോൾ സ്കെയിലാർസ് മാതിരി நம்ம நம்பர்ஸ் நார்மலி ஆட் பண்ணுற மாதிரி யார் ஆட் பண்ண முடியும்? சார்ஜ் ஆட் பண்ண முடியும். அതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് വേറെ ഏതുമില്ല, നമുക്ക് തരും ഇതെല്ലാമേ ആറ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജാണ്. ഇത് ആരുമേ ക്രിയേറ്റ് പണിയ ചാർജ് അല്ല. അപ്പോൾ ഈ ചാർജ് ആരുമേ ക്രിയേറ്റ് പണിയ ചാർജ് അല്ല, ഇനി ആർക്കുമേ അത് ഡിസ്ട്രോയ് பண்ண முடியாது. അപ്പോൾ ഒരേ ഒരു വിഷയം തന്നെ പഠി. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇതിൽ ചാർജ് ഇருக்கு, ഇതിലുള്ള ചാർജ് മേ ബി നമുക്ക് ഇനിയൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ பண்ணலாம், பட் ஆனால் அது டிஸ்ட்ராய் பண்ண முடியாது. அப்போ சார்ஜ் இஸ் ஆல்வேஸ் கன்சர்வ்டு. அல்லது எனக்கு சொல்ல முடியும் for an isolated system the charge always remains the same. அதாவது நான் சிம்பிளாയിട്ട് எக்ஸ்பிளைன் பண்ணலாம். the conservation of charge பாருங்க, ഞാൻ അത് ഇங்கே സിമ്പിളായി എക്സ്പ്ലെയിൻ பண்ணலாம். ക്ലിയർ? ഞാൻ ഇங்கே ഒരു ബോക്സുക്കുള്ളേ 1 Coulomb, 2 Coulomb and 4 Coulomb ചാർജ് പോട്ടാച്ച്. അപ്പോൾ ടോട്ടൽ ചാർജ് എവിടെ വരും? ടോട്ടൽ ചാർജ് ഹിയർ 4 + 2 + 4 + 2 6, 6 + 1 7 Coulomb വരും. ഞാൻ ഈ സിസ്റ്റത്തെ ഈ ഒരു ബോക്സിൽ ഉള്ള ചാർജ് ഷെയ്ക്കൺ വെൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തു. അപ്പോൾ എന്നാ വരും? ഇതുക്കുള്ള ചാർജ് റീഡിസ്ട്രിബ്യൂട്ട് பண்ண നമുക്ക് ഇനി ഡിസ്കസ് பண்ணுவாங்க. ஆனாலும் நீங்கள் தெரிஞ்சுக்கோங்க இதுக்கு ரீடிஸ்ட்ரிபியூட். ஃபார் எக்ஸாம்பிள் இது ரீடிஸ்ட்ரிபியூட் பண்ணி ஒரு சார்ஜ் 3 கூலம் வந்தாச்சு, இனி ஒரு சார்ஜ் -2 கூலம் வந்தாச்சு. கிளியர் அல்லே?
അങ്ങനെയാണെങ്കിൽ നമുക്ക് இங்கே ஒரு தெரியாத சார்ஜ் Q எனக்கு கால்குலேட் பண்ண முடியும். எப்படி கால்குலேட் பண்ண முடியும்? எப்படி முடியும்? அதாவது நமக்கு தெரியும் charge of an isolated system remains constant ആണ്. அதாவது இங்கே 7 கூலம் இருந்தால் இது எப்படி ரீடிஸ்ட்ரிபியூட் பண்ணியாலும் டோட்டல் சார்ஜ் எப்போதும் என்ன வரணும் 7 கூலம் கண்டிப்பா வந்தே ஆகணும். சோ இத எனக்கு ஆட் பண்ண முடியும். ஃபார் எக்ஸாம்பிள் இங்க 3 கூலம் பிளஸ் இங்க -2 கூலம் பிளஸ் Q = 7 கூலம் வரும். சரி கரெக்ட்டா? அப்ப 3 - 2 எவ்வளவு வரும்? 1 கூலம் பிளஸ் Q = 7 கூலம், which implies what is Q? Q = 7 - 1. 7 right side ഈ 1 இங்கே வரும் -1. 7 - 1 6 கூலம்னு கிடைக்குவாங்க. ஓகே, அப்ப Q எனக்கு ரீடிஸ்ட்ரிபியூட் பண்ணிய போது ആ 6 കൂളം எனக்கு கிடைச்சு. அப்ப ഇവിടെ ഐഡിയ നമ്മൾ അപ്ലൈ பண்ண ഐഡിയ என்ன? ഐഡിയ വേറെ എതുവല്ല, കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അതായത് charges can neither be created nor be destroyed, but it can be converted from one body to another. നമുക്ക് அப்படி നമുക്ക് സിംപ്ലി சொல்ல முடியும். or the total charge of an isolated system remains constant. ഇതാണ് യാര് കൺസർവേഷൻ ഓഫ് ചാർജ്. I think the idea is clear. ഇനി ഇതാ ലാസ്റ്റ് പ്രോപ്പർട്ടി ആണ്. നെക്സ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതാണ് ഞാൻ ഏർക്കണമേ சொல்லியிருந்தது. അതായത് നമ്മൾ ഏത് ബോഡി എടുത്താലും ഇതുക്കുള്ള മേ ബി 10 ചാർജസ് വരാം, or ഇതുക്കുള്ള 1000 ചാർജസ് വരാം. അതായത് നമ്മൾ ഏത് ബോഡി നമ്മൾ എടുത്താലും അതുക്കുള്ള ചാർജ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. ഈ അല്ലേ നമ്മൾ ഏർക്കമേ നമ്മൾ சொல்லியிருந்தது. ഫണ്ടമെന്റൽ ചാർജ് ആരാണ്? ഈ ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ മീൻസ് n = 1, n = 2, n = 3. അതായത് ഒരു ബോഡിയിൽ മേ ബി ഒരു ഇലക്ട്രോൺ വരാം, 100 വരാം, 200 ഇലക്ട്രോൺ, അതായത് മേ ബി 100 ഈ ചാർജ് വരാം ഒരു ബോഡിയിൽ. ഇല്ലേന 200 ഈ ചാർജ് വരാം, ഇല്ലേന 1000 ഈ ചാർജ് വരാം. കണ്ടിപ്പാ യാര് വരാത്? 1.5 ഈ ചാർജ് ഒരു ബോഡിയിൽ വരാത്. ഓർ എനിക്ക് சொல்ல முடியும் 9.3 ഈ ചാർജ് വരാത്. അപ്പോൾ ഓൾവേസ് ചാർജ് എന്നാ വരും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് തന്നെ വരും. അതാണ് എഴുതുക ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ചാർജ് ഓൾവേസ് എക്സിസ്റ്റ് ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. നമ്മൾ ഏത് ബോഡി എടുത്ത് பார்த்தாலும் കണ്ടിപ്പാ இப்படி തന്നെ വരും. മേ ബി 100 E, 60 E, 70 E, 1000 E, ബട്ട് കണ്ടിപ്പാ 10.5 E വരാത്. 10.5 വൈ? ഇത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് അല്ല. അപ്പോൾ that means for example 0.5 E നമുക്ക് சொல்ல முடியுமா? அரை இலக்ட்ரான் சொல்ல முடியுமா? அரை இலக்ட்ரான் அது നമുക്ക് சொல்ல முடியாது. மேபி 1 electron or 2 electron, அரை இலக்ட்ரான், 1.5 electron, 2.5 electron നമുക്ക് കണ്ടിപ്പാ சொல்ல முடியாது. സോ ഇതാണ് that is a quantization of charge. അപ്പോൾ ചാർജ് ഓൾവേസ്, അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുത முடியும் ചാർജ് പാരുங்க ചാർജ് ഓൾവേസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. അതായത് Q = n × E. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതായത് n = ഹിയർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് 1, 2, 3, 4 എക്സെട്രാ വരുവാங்க. വാട്ട് ഈസ് E? ഈ ഏർക്കണമേ നമ്മൾ சொல்லியிருந்தது 1.6 × 10⁻⁻19. അത് പ്ലസ് ചാർജ് ആകുമ്പോൾ പ്ലസ് E, മൈനസ് ആകുമ്പോൾ മൈനസ് E, അவ்வளவுதான், വേറെ എതുമില്ല. ഓക്കെ, അപ്പോൾ പ്ലസ് ചാർജ് ബോഡിക്ക് പ്ലസ് NE, മൈനസ് ചാർജ് ബോഡിക്ക് മൈനസ് NE. ഇപ്പോൾ എനിക്ക് കറക്റ്റാ പോടുമ്പോൾ പ്ലസ് ഓർ മൈനസ് இப்படி போடலாம். അതാണ് കറക്റ്റ് റെപ്രസെന്റേഷൻ. അപ്പോൾ Q = കറക്റ്റാ എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് NE இப்படி எனக்கு போடலாம். This is the quantization of charge. I think the idea is clear. Okay, this is the quantization of charge. Clear? Q = plus or minus NE. Clear? Clear. Okay, next. അപ്പോൾ നമ്മൾ 3 അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് பண்ணி ഐഡിയ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിൽ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് നമ്മൾ ഡിസ്കസ് பண்ணி, കൺസർവേഷൻ ഓഫ് ചാർജ്, നെക്സ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ഇത് ബേസിക് ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ பார்ப்போம். നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ് ഓഫ് ചാർജിങ് ആണ്. അതായത് ഒരു ബോഡിയെ നമുക്ക് എപ്പോഴെല്ലാം ചാർജ് பண்ண முடியும். അപ്പോൾ നമ്മൾ ഇതുവരേക്കും ഡിസ്കസ് பண்ணி തന്നെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ്. നെക്സ്റ്റ് ഒരു ബോഡിയെ എപ്പടി നമുക്ക് ചാർജ് பண்ண முடியும். മെയിൻലി 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഇருக்கு. ഫസ്റ്റ് മെത്തേഡ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്നാ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അത് വേറെ എതുമില്ല. അതായത് 2 ബോഡീസ് റബ്ബ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2 ബോഡീസ് ഇருக்கு. അതാ ഈ 2 ബോഡീസ്, ഫോർ എക്സാമ്പിൾ ഈ 2 ബോഡീസ് റബ്ബ് ചെയ്താൽ ഒരു ബോഡിയിൽ നിന്ന് ഇന്നൊരു ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ பண்ணும். അതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. നമ്മൾ ചിന്ന ക്ലാസ്സിലെ ഇത് കേട്ടിருக்கு. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാരുங்க, ഇതൊരു സിൽക്ക് ത്രെഡാണ്, അല്ലെങ്കിൽ സിൽക്ക്, ഇതൊരു ഗ്ലാസ് റോഡും ഇത് ഒരു സിൽക്കുമാണ്. 2 ബോഡീസ് NCERT കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നാം ഇത് റബ് பண்ணும்போது என்ன വരും ഒരു ബോഡിയിൽ നിന്ന് ഇന്നൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ பண்ணுം അതെപ്പടി ഇലക്ട്രോൺസ് ലൂസായി ബൗണ്ട് ചെയ്ത ആറ്റം അത് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് ടൈറ്റായി ബൗണ്ട് ചെയ്ത കാരണം ഇതിനക്ക് റിമൂവ് பண்ண முடியாது ഇലക്ട്രോൺസ് ടൈറ്റായി ബൗണ്ട് பண்ணியிருக்கு അപ്പോൾ ടൈറ്റായി ബൗണ്ട് பண்ணிയ ആറ്റത്തിലേക്ക് വരുവാங்க ക്ലിയർ അല്ലേ അപ്പോൾ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ബോഡി ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യും ടൈറ്റ്ലി ബൗണ്ട് ഇലക്ട്രോൺസിനെ ടൈറ്റായി ബൗണ്ട് பண்ணிയ ആറ്റം അതിനെ ഗെയിൻ ചെയ്യും അപ്പോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നത് എന്നാ വരും ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്പർ കമ്മിയായി അതായത് നെഗറ്റീവ് ചാർജ് കമ്മിയായി അതായത് ദിസ് ബിക്കം പോസിറ്റീവ് ചാർജ് ആവും അപ്പോൾ ഈ ബോഡി ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആവും ഈ ബോഡിക്ക് അധികമായി ഇലക്ട്രോൺസിനെ കടച്ചു ദിസ് ബോഡി ബിക്കം നെഗറ്റീവ്ലി ചാർജ് ഓക്കെ അപ്പോൾ ഇത് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് ദിസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് ഫോർ എക്സാമ്പിൾ ഈ കേസിൽ ഞാൻ சொல்லிയിരുന്നു ഗ്ലാസ് ഇത് NCERT കൊടുത്ത എക്സാമ്പിൾ ആണ് ഗ്ലാസും നമ്മൾ സിൽക്കും എടുത്താൽ ഇപ്പടി എടുത്താൽ എന്നാ വരും സിൽക്ക് ടൈറ്റ്ലി ബൗണ്ട് ആണ് സോ ഗ്ലാസ്ക്ക് ഇലക്ട്രോൺസ് പിന്നെ ലോസ് ആയി അത് പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ആവും സോ ദിസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് വരുവാങ്ക ദിസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് വരുവാങ്ക ക്ലിയർ അല്ലേ എസ് ഓർ നോ അപ്പോൾ പാരുങ്ക അപ്പോൾ ഇത് എപ്പടി യാര് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും ഇലക്ട്രോൺസിനെ ലൂസ്ലി ബൗണ്ട് ചെയ്ത് ആറ്റംസ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും ദിസ് ഈസ് എ ചാർജിങ് ബൈ friction da parenge when two bodies are rubbed with each other the charge is transferred from one body to another ഞാൻ சொல்லிയിരുന്നു electron gained by body become negative and the electron lost body become positive clear അല്ലേ ഇത് നമ്മൾ ഏർക്കണവേ சொல்லியிருந்த ഐഡിയ ഇത് രണ്ടാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ് ക്ലിയർ അല്ലേ അപ്പോൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ദാ നിങ്ങൾ ഇവിടെ ഒരു ന്യൂട്രൽ ബോഡിയെ പാക്ക മുടി ഞാൻ ഈ ന്യൂട്രൽ ബോഡിയുടെ പക്കത്തിലാണ് ഒരു പോസിറ്റീവ് ചാർജിനെ ബോഡിയെ പോട്ട് വെച്ച് ക്ലിയർ അല്ലേ അപ്പോൾ പാരുങ്ക ഇത് വിത്തൗട്ട് ടച്ചിങ് ആണ് അപ്പോൾ ഇൻഡക്ഷൻ ഈസ് ഇൻഡ്യൂസ് ആകും അതായത് വിത്തൗട്ട് ടച്ച് ഞാൻ പക്കത്തിലാണ് പോട്ട് വെച്ചത് അപ്പോൾ പക്കത്തിൽ പോട്ട് വെച്ചാൽ വാട്ട്സ് ഹാപ്പനിങ് പക്കത്തിൽ പോട്ട് വെച്ചാൽ ഇത് പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയാണ് ഇതുക്കുള്ള പോസിറ്റീവ് അതായത് ന്യൂട്രൽ ബോഡിയാണ് ഇനിഷ്യലി ന്യൂട്രൽ ബോഡിയാണ് സോ ന്യൂട്രൽ ബോഡിക്കുള്ള ഈക്വൽ പോസിറ്റീവ് ചാർജ് ഇருக்கு ഈക്വൽ നെഗറ്റീവ് ചാർജ് ഇருக்கு സോ ഒരു പോസിറ്റീവ് ചാർജ് ബോഡി പക്കത്തിൽ വന്നാൽ ഇതുക്കുള്ള നെഗറ്റീവ് ചാർജ് ബോഡീസ് இந்த സൈഡിൽ വരുവാങ്ക നമുക്ക് தெரியும் ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും അൺലൈക്ക് ചാർജസ് അട്രാക്ട് பண்ணுவாங்க സോ ഇங்கே ഇത് അൺലൈക്ക് ചാർജസ് ആണ് ഇത് പോസിറ്റീവ് ചാർജ് ബോഡി ഇங்கே വந்தாச்சு സോ ഇതുക്കുള്ള നെഗറ്റീവ് ചാർജസിനെ இந்த സൈഡിലേക്ക് വരുവാങ്ക അട്രാക്ട് பண்ணி இங்கே வருவாங்க സോ കണ്ടിപ്പാ ഇங்கே ആര് വരും இந்த സൈഡിൽ പോസിറ്റീവ് ചാർജ് ബോഡി വരുവാങ്ക ക്ലിയർ അല്ലേ അതായത് ഇங்கே ഒരു പോളറൈസേഷൻ നമ്മൾ ഈ കണ്ടീഷനെ പോളറൈസേഷൻ എന്ന് சொல்லுவாங்க അതായത് ഒരേ ബോഡിയിൽ ഇங்கே ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജസും ഇங்கே ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജസും ഡെവലപ്പ് பண்ணி സോ ഈ കേസിനെ പോളറൈസേഷൻ എന്ന് சொல்லுவாங்க ക്ലിയർ അല്ലേ സോ ഞാൻ എന്നാ பண்ணிയത് ഒരു പോസിറ്റീവ് ചാർജ് ബോഡിയെ ഒരു ന്യൂട്രൽ ബോഡിയുടെ പക്കത്തിൽ പോട്ടാൽ ഈ പോസിറ്റീവ് ചാർജ് ബോഡി ഈ ന്യൂട്രൽ ബോഡിക്കുള്ള നെഗറ്റീവ് ചാർജിനെ ഒരു സൈഡിലേക്ക് അട്രാക്ട് பண்ணியாச்சு സോ കണ്ടിപ്പാ ഈ പോസിറ്റീവ് ചാർജ് പോസിറ്റീവിനെ റിപ്പൽ பண்ணுമ്പോൾ ഇത് കണ്ടിപ്പാ ഓപ്പോസിറ്റ് സൈഡിൽ പോവാങ്ക ക്ലിയർ അല്ലേ അതായത് ഇത് இந்த സൈഡിൽ പോസിറ്റീവ് இந்த സൈഡിൽ വந்தாச்சு ഈ നെഗറ്റീവ് ബോഡീസ് എല്ലാം இந்த സൈഡിൽ വந்தாச்சு സ്റ്റിൽ ദ ബോഡി റിമൈൻസ് ന്യൂട്രൽ ഇപ്പോഴും ഈ ബോഡി ന്യൂട്രൽ ആണ് ബിക്കോസ് ടോട്ടൽ ചാർജ് റിമൈൻസ് 0 ആണ് സോ ഈ കണ്ടീഷൻ നമ്മൾ നോർമലി പോളറൈസേഷൻ എന്ന് சொல்லுவாங்க പോളറൈസേഷൻ ക്ലിയർ അല്ലേ അതല്ല ഇങ്ങനെയുള്ള പോയിന്റ് സോ ഇത് എപ്പോഴും നമുക്ക് ചാർജ് பண்ணണം അതാണ് നമ്മുടെ ഇന്റൻഷൻ അപ്പോൾ ന്യൂട്രൽ ബോഡി എപ്പോഴും ചാർജ്ഡ് ബോഡിയാക്കി കൺവേർട്ട് ആക്കും അതാണ് നമ്മുടെ ഇന്റൻഷൻ സോ എന്നാ പറയണം നെക്സ്റ്റ് ദാ ഈ ബോഡിയെ ഞാൻ ഇതങ്ങ് എർത്ത് പണിയാച്ച് കണക്റ്റഡ് ടു എർത്ത് അപ്പോൾ എന്നാ വരും നമുക്ക് തരും എർത്ത് മീൻസ് എർത്തിൽ അബണ്ടൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇருக்கு നിറയെ ഇലക്ട്രോൺസ് എங்கே இருக்கு എർത്തുക്കുള്ള ഇருக்கு ഇലക്ട്രോൺ ബാങ്ക് ആണ് ആര് എർത്ത് സോ ഈ എർത്തിൽ നിന്ന് ആര് വരും നിറയെ ഇലക്ട്രോൺസ് ഇருக்கு സോ ഇലക്ട്രോൺസ് കാരണം പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് பண்ணுவாங்க അപ്പോൾ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് നേരെ വന്ന് ഈ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി അങ്ങ് ന്യൂട്രലൈസ് பண்ணும் அதாவது ഈ പോസിറ്റീവ് ചാർജിനെ ക്യാൻസൽ பண்ணி இங்கே ആര് மட்டும் വരും ഈ നെഗറ്റീവ് ചാർജ്ഡ് ബോഡി നെഗറ്റീവ് ചാർജ് மட்டும் വരുവാങ്ക ഇതുക്കുള്ളേ അതായത് നൗ ദ ബോഡി ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് ഇപ്പോൾ ബോഡി എന്നാ വന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയിച്ചു ക്ലിയർ അല്ലേ ഇപ്പടിയാണ് ഇൻഡക്ഷൻ ബൈ ഇൻഡക്ഷനിൽ നമ്മൾ ഒരു ബോഡിയെ ചാർജ് பண்ணுவாங்க ക്ലിയർ അല്ലേ ഈസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട് അപ്പം ഞാൻ എന്നാ பண்ணிയത് ഒരു ന്യൂട്രൽ ബോഡിയുടെ പക്കത്തിൽ പോസിറ്റീവ് ചാർജ് ബോഡിയെ പോട്ടാച്ച് അപ്പോൾ എന്നാ വരും ഈ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഇங்கே ചാർജിനെ ഇൻഡ്യൂസ് பண்ணியாச்சு ആരെ ഓപ്പോസിറ്റ് ചാർജിനെ
ஆப்போசிட் சார்ஜை எப்படி இன்டியூஸ் பண்ணியது? இது பாசிட்டிவ் சார்ஜ் இதுக்குள்ளே உள்ள நெகட்டிவ் சார்ஜை இந்த சைடிലേക്ക് அட்ராக்ட் பண்ணியாச்சு. ക്ലിയർ അല്ലേ? അപ്പോൾ இந்த സൈഡിൽ പോസിറ്റീവായി இந்த സൈഡിൽ നെഗറ്റീവ് വന്നാச்சு. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഞാൻ சொல்லியிருந்தேன், அதாவது இங்கே ഇതാണ് സിറ്റുവേഷൻ. ആഫ്റ്റർ ദാറ്റ് ഇതാണ് സിറ്റുവേഷൻ. അതായത് ഈ സൈഡിൽ പോസിറ്റീവ് വന്നാச்சு, ഈ സൈഡിൽ നെഗറ്റീവ് വന്നാச்சு. ஸோ ഈ കണ്ടീഷൻ എല്ലാം சொல்லும் പോളറൈസേഷൻ എന്ന് சொல்லுவாங்க. ക്ലിയർ? നെക്സ്റ്റ് ഇത് ഞാൻ എർത്ത് பண்ணியாச்சு, കണക്റ്റഡ് ടു ഗ്രൗണ്ട്, കണക്റ്റഡ് ടു എർത്ത്. അപ്പോൾ എന്നാ വരും? എർത്തിൽ നിറയെ ഇലക്ട്രോൺസ് ഇருக்கு, ആ ഇലക്ട്രോൺസ് വന്ന് ഈ പോസിറ്റീവ് ചാർജ് അങ്ങ് ന്യൂട്രലൈസ് பண்ணுவாங்க. மீதி the body become negative charge. இதுக்கு just opposite process பண்ணியால் என்ன வரும்? just opposite process பண்ணியால் ഈ body become positively charged. அதாவது സിമ്പിൾ ആണ്. ഞാൻ ഇங்கே നെഗറ്റീവ് ചാർജ് ക്ലിയർ. ദാ നെഗറ്റീവ് ചാർജ് പോട്ടാ, ഒരു നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ കൊണ്ടുവന്നാச்சு. അപ്പം ഞാൻ ഇங்கே നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ പക്കത്തിൽ കൊണ്ടുവന്നാச்சு. അപ്പോൾ ഈ ന്യൂട്രൽ ബോഡി എന്നാ വരും? ദാ ഈ സൈഡ് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് വരും, ഈ സൈഡിൽ ആര് വരും? ഈ സൈഡിൽ നെഗറ്റീവ് വരുവാങ്കിൽ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് വരുവാങ്കിൽ. ക്ലിയർ? ഇനി എന്നാ പറയണം? ഈ സൈഡിൽ പോസിറ്റീവ് വന്നാச்சு, ഈ സൈഡിൽ ആര് വന്നാச்சு? ഈ സൈഡിൽ നെഗറ്റീവ് വന്നാச்சு. ദാ നെഗറ്റീവ് വന്നാச்சு, നെഗറ്റീവ്. ഇനി എന്നാ പറയണം? ഇതിനെ അങ്ങ് എർത്ത് ചെയ്യണം. എർത്ത് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ബോഡിയാണ്, സോറി നെഗറ്റീവ് ചാർജസ് ആണ്. നെഗറ്റീവ് ചാർജസ് കണ്ടിപ്പാ ഇത് ഇലക്ട്രോൺ ബാങ്ക് ആണ്. ഈ നെഗറ്റീവ് ചാർജസ് കണ്ടിപ്പാ ഈ എർത്തിലേക്ക് ഫ്ലോ பண்ணுவாங்க. ஸோ இப்போ யார் மட்டும் இங்கே இருக்குது? பாசிட்டிவ் சார்ஜ். ஸோ த பாடி கன்வெர்டட் ஆஸ் பாசிட்டிவ்லி சார்ஜ் பாடி. இப்போ ഈ ബോഡി പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺവേർട്ട് ആയി. ദിസ് ഈസ് ദ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. നെക്സ്റ്റ് ദ ലാസ്റ്റ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ നമുക്ക് എല്ലാവർക്കും തെരിഞ്ഞ ഐഡിയ ആണ്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? വേറെ ഏതുമില്ല. അതായത് ഫോർ എക്സാമ്പിൾ ദാ പാരുങ്കെ, ദാ ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജസ് ഉള്ള ബോഡി ഇനി ഒരു ബോഡിയിൽ കണക്ട് ചെയ്താൽ ഇങ്ങേന്ന് പോസിറ്റീവ് ചാർജസ് ഫ്ലോ பண்ணுவாங்க. അവളോ നമുക്ക് തെരിഞ്ഞ ഐഡിയ. ക്ലിയർ? ഞാൻ ഇங்கே ഒരു നീറ്റ് പെർസ്പെക്റ്റീവിലാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ பண்ண പോരെ, കാരണം ഇതെല്ലാം തെരിഞ്ഞ എല്ലാവർക്കും തെരിഞ്ഞ ഐഡിയ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാരുങ്കെ ഇங்கே ദാ രണ്ട് ബോഡീസ് ഇருக்கு. ഫോർ എക്സാമ്പിൾ ഇത് ചാർജർ ക്യൂ ആണ്. ഈ ബോഡിക്ക് ചാർജ് എതുമില്ല, സീറോ ചാർജാണ്. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ബോഡിയാണ്, ഇത് ചാർജ് ഉള്ള ബോഡിയാണ്. അത് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഏത് ചാർജ് വേണമെങ്കിലും വര വായ്പ ഇருக்கு. ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് ഈ രണ്ട് ബോഡി അങ്ങ് ടച്ച് பண்ணியாச்சு, ഈ ബോഡിയെയും ടച്ച് பண்ணியாச்சு. അപ്പോൾ ടച്ച് பண்ணும்போது കണ്ടിപ്പാ ഈ ബോഡിയിൽ നിന്ന് ചാർജ് இந்த ബോഡിയിലേക്ക് ഫ്ലോ பண்ணுவாங்க. அது எப்படி ஃப்ளோ ஆகும்? அதுதான் இப்படி இது ஃப்ளோ ஆகும். ദാ Q/2 Q/2. ഇത് அதுக்கு ഒരു റീസൺ ഇருக்கு. ആ റീസൺ വേറെ എതുമല്ല, ഈ രണ്ട് ചാർജ് സ്ഫിയർ ഐഡന്റിക്കൽ സ്ഫിയർ ആണ്, ഒരേ സൈസ് ഉള്ള സ്ഫിയർ ആണ്. അപ്പോൾ ഒരേ സൈസ് ഉള്ള സ്ഫിയർ, ഒന്ന് ചാർജർ ഒന്ന് ന്യൂട്രൽ, അത് നമ്മൾ ടച്ച് பண்ணிட்டு സെപ്പറേറ്റ് பண்ணும்போது அது ஈக்குவல் ஆகிட்டு Q/2 Q/2 ஆகிட்டு ஈக்குவலாയി ഡിസ്ട്രിബ്യൂട്ട് பண்ணியாச்சு. ഓക്കെ, പ്ലസ് ചാർജ് ആയിരുന്നാൽ പ്ലസ് Q/2 പ്ലസ് Q/2 വരുവാങ്ക, മൈനസ് ചാർജ് ആയിരുന്നാൽ മൈനസ് Q/2 മൈനസ് Q/2 വരുവാങ്ക. അവളോതാ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഞാൻ ഇതാ ഈ ബോഡിയും ചാർജറാ, ഈ ബോഡിയും ചാർജറാ. അപ്പോൾ രണ്ട് ചാർജർ ബോഡിയെ ടച്ച് பண்ணியாச்சு. അപ്പോൾ ഫസ്റ്റ് Q1 സെക്കൻഡ് Q2 എന്ന് ധരിച്ചുക്കോங்க. ഫസ്റ്റ് ബോഡിയുടെ ചാർജ് Q1 ചാർജ്, സെക്കൻഡ് ബോഡിയുടെ ചാർജ് Q2. അത് മേ ബി പോസിറ്റീവ് നെഗറ്റീവ് രണ്ടുമേ വര വായ്പ ഇருக்கு. ക്ലിയർ? അപ്പോൾ ഞാൻ അതിനെ ടച്ച് பண்ணியாச்சு, அதுக்கப்புறம் செப்பரேட்டட், ഇതിനെ സെപ്പറേറ്റ് பண்ணியாச்சு. അപ്പോൾ എന്നാ വരും? ഇതേ ഐഡിയ അപ്ലൈ பண்ணிയാൽ இதுக்கு Q1 പ്ലസ് Q2/2 கிடைக்கும். இதுக்கு என்ன கிடைக்கும்? Q1 plus Q2/2 கிடைக்கும். ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? ക്ലിയർ? അതേ ഐഡിയ ആണ്. ഇനി ഇതേ മാതിരി നമ്മൾ പ്ലസും മൈനസും പോട്ടാലും ഇതേ ഐഡിയ തന്നെ വരുവാങ്ക. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓൾ ദ സ്ഫിയേഴ്സ് ആർ ഐഡന്റിക്കൽ. അപ്പോൾ നിങ്ങൾ കേൾക്കുവാങ്ക ഐഡന്റിക്കൽ അല്ലാமல் വന്നാൽ എന്നാ பண்ணுவாங்க, அது நம்ம டிஸ்கஸ் பண்ணுவாங்க. முன்னாடி போகும்போது டிஸ்ட்ரிபியூஷன் ஆஃப் சார்ஜ் எல்லாம் முடிச்சுட்டு நம்ம அந்த ஐடியா டிஸ்கஸ் பண்ணுவாங்க. திஸ் இஸ் த சார்ஜிங் பை கண்டக்ஷன். ஸோ நம்ம டிஸ்கஸ் பண்ணியது மெத்தட் ஆஃப் சார்ஜிங் ആണ്. மெத்தட் ஆஃப் சார்ஜிங், ஃபர்ஸ்ட் சார்ஜிங் என்ன? சார்ஜிங் பை ஃப்ரிக்ஷன். ക്ലിയർ അല്ലേ? നമ്മൾ ഡിസ്കസ് பண்ணியாச்சு. നെക്സ്റ്റ് சார்ஜிங் பை இண்டக்ஷன் which is without touch, அது எப்படின்னு டிஸ்கஸ் பண்ணியாச்சு. நெக்ஸ்ட் சார்ஜிங் பை கண்டக்ஷன் வித் டைரக்ட் காண்டாக்ட். ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഐഡിയ ക്ലിയർ. നെക്സ്റ്റ് ഇത് റിലേറ്റ് பண்ணி വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതാ പാരുங்க, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണ്, ചാർജ് പ്ലസ് 2Q. അപ്പോൾ ഒന്നുകൂടെ ചാർജ് എന്നാ വരും?
charge plus 2q. In next and plus 8 coulomb. So plus 2 coulomb plus 8 coulomb are touched and separated. What is the net charge? Similarly, q1 plus q2 by 2, q1 plus q2 by 2, then 8 plus 2, 10 by 2, this is 5 coulomb. This is 5 coulomb. Simple. Clear? Next question. Okay, that's what we discuss. Okay, that's a simple question. This is minus charge. For example, this is 8 coulomb plus 8 coulomb. This is minus 2 coulomb. 8 minus 2 by 2. That is 6 by 2. That is 6 by 2, that is 3 coulomb. So, 3 coulomb, 3 coulomb. Clear? The idea is clear. Now, the questions are in chapter all questions are detailed discuss. Now, I discuss questions concepts, relate the concepts clear detailed questions discuss. Clear? Next, Coulomb's law. Next chapter important idea, Coulomb's law. So, we will start here. Coulomb's law, wait a minute. Okay, so Coulomb's law. Coulomb's law, simple law. Where I do two charges. Positive charge repel. Unlike charges repel, unlike charges attract. This attraction repulsion is force. Attraction and repulsion is force. That force is Coulomb's law. That's where I do. For example, two charges. First charge Q1. Second charge Q2. Random same charge. The distance between the charges are. But like charges are Q1 repel, Q2 repel. Repel each other. Repel in the force which is proportional to product of the charges. Repel in the force inversely proportional to distance between the charges. That is, charge in the magnitude repulsion. That is 10 coulomb use pannal repulsion 100 coulomb use pannum. Charge repulsion force distance repulsion force combine F proportional to Q1 Q2 divided by R square. That is F is equal to this proportional remove F is equal to K Q1 Q2 by R square. Clearly, K Q1 Q2 by R square. What is K here? This air situate this K value become K is equal to 1 by 4 pi epsilon 0. 1 by 4 pi epsilon 0. What is epsilon 0? Epsilon 0 is the permittivity of free space. That's why we detail permittivity discuss. That's why E K value is depends on medium. But medium depend. We have law gravitational. This is equation. F is equal to G m1 m2 by R square. But gravitational force is a universal force. That is G is a universal constant. We depend on it. So, we have two mass. We have medium kerosene, water, medium force can change. But this charge the medium that's depend. Air value kerosene value oil value. So, these values change. Reason is K medium depend. K is a constant which depends on medium. K is equal, what is the value? 1 by 4 pi epsilon 0. That's this epsilon 0 ki minimum value air. Clear? Epsilon 0 ki minimum value air means K maximum value air. Reason is epsilon 0 denominator term. Denominator term means this is K epsilon 0 ki minimum value air. That means K maximum value air. K ki maximum value air means F maximum value air. Force K ki maximum value K ki maximum value air. That means
കെ എഫിനെ കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണ് എഫ് ആണ്. അപ്പോൾ എഫ് കെക്ക് മാക്സിമം വാല്യൂ വരുന്നാൽ എഫ് കണ്ടിപ്പാണ് മാക്സിമം. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ് രണ്ട് ചാർജസ് എയറിൽ പോട്ട് വെച്ചാൽ നമുക്ക് മാക്സിമം ഫോഴ്സ് കിടക്കുവാങ്കിൽ നിങ്ങൾ ചുമ്മാ தெரிஞ்சுக்கோங்க. അപ്പോൾ അതോടെ മീനിങ് എന്നാണ് എയറിൽ മാക്സിമം വാല്യൂ കിടക്കുംനാ ഇനി ഏത് മീഡിയത്തിൽ പോട്ടാലും കണ്ടിപ്പാ ദ ഫോഴ്സ് ഈസ് ലെസ് ദാൻ എയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. ഇതാ പാരുങ്കെ ഞാൻ ലോ എഴുതിയിരിക്കും. The force of attraction or repulsion between any two charges is attraction വരാം. ലൈക്ക് ചാർജ് ആകുമ്പോൾ അൺലൈക്ക് ചാർജ് ആകുമ്പോൾ അട്രാക്ട് ചെയ്യും, ലൈക്ക് ചാർജ് റിപ്പൽ பண்ணுவாங்க. ശരി. Directly proportional to product of their magnitude of charges and inversely proportional to square of distance between the charges. ദാ എഴുതിയിരിക്ക് F is equal to K Q1 Q2 by R square. K is a constant which depends on medium. നമ്മ ഡിസ്കസ് பண்ணியிருக்கு. ഇനി ഒരു വിഷയം ഞാൻ சொல்லிയിരുന്നു. എപ്സിലോൺ 0ക്ക് മിനിമം വാല്യൂ കിടക്കുന്ന ഇടം എയർ ആണ്. സോ കെക്ക് മാക്സിമം വാല്യൂ കിടക്കുന്ന ഇടവും എയർ ആണ്. സോ ഫോഴ്സുടെ മാക്സിമം വാല്യൂ കിടക്കുന്ന ഇടവും എയർ ആണ്. ദാ എഴുതിയിരിക്ക് F is equal to K Q1 Q2 by R square where K is equal to 1/4 pi എപ്സിലോൺ. ഇത് എയറിലല്ല, നോർമൽ കേസ്. നോർമൽ കേസ് വന്നാൽ എപ്സിലോൺ എന്ന് പോടണം. എപ്സിലോൺ ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ഫോർ എക്സാമ്പിൾ കെറോസിൻ ആകുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദി കെറോസിൻ ആ പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ വാല്യൂ. ഫോർ എയർ ഇറ്റ് ഹാസ് മാക്സിമം വാല്യൂ. അപ്പോൾ എപ്സിലോൺ 0ക്ക് മിനിമം വാല്യൂ നമ്മൾ சொல்லியிருந்த ഐഡിയ. സോ ദ കെ ഹാസ് മാക്സിമം വാല്യൂ, ഹെൻസ് ദ ഫോഴ്സ് ഈസ് മാക്സിമം. ഇനി പാരുങ്കെ ആ കെയുടെ വാല്യൂ ഞാൻ പോട്ടെ. ഇത് നമ്മൾ കണ്ടിപ്പാ എല്ലാവരും ஞாபகம் വെക്കേണ്ട വാല്യൂ ആണ്. കെ ഇസ് ഈക്വൽ ടു എയറിലാവുമ്പോൾ 1/4 pi എപ്സിലോൺ 0 എന്ന് വരുവാങ്കിൽ അതോടെ വാല്യൂ നമ്മൾ പ്രോബ്ലം സോൾവ് பண்ணும்போது എല്ലാവരും ഇത് യൂസ് பண்ண വേണ്ടിയ വാല്യൂ 9 × 10⁹. ഇനി ഇതിന്റെ യൂണിറ്റ് എന്നാ വരും? ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് பண்ணலாம். കെ ഇസ് ഈക്വൽ ടു എന്നാ വരും? FR² Q1 Q2. അപ്പോൾ യൂണിറ്റ് എന്നാ വരും? ഫോഴ്സുടെ യൂണിറ്റ് ന്യൂട്ടൺ, ആർ സ്ക്വയറിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, പെർ Q1 Q2 കൂളം സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പോൾ യൂണിറ്റ് എന്നാ വരും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ വരുവാങ്കിൽ. ഓക്കെ, ന്യൂട്ടൺ കെ യെസ് കെ ഇസ് ഈക്വൽ ടു FR² Q1 Q2. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം സ്ക്വയർ. ഓക്കെ, ഞാൻ ഇതാണ് பார்த்தത്. ഓക്കെ, റൈറ്റ്. ശരി. അപ്പോൾ ഇതാണ് ആരുടെ യൂണിറ്റ്? എപ്സിലോൺ 0 കെയുടെ യൂണിറ്റ്. ഇനി ആരുടെ യൂണിറ്റ് വേണം? എപ്സിലോൺ 0. ഇതേമാതിരി എപ്സിലോൺ 0ക്ക് നമുക്ക് യൂണിറ്റ് പോടലാം. അപ്പോൾ പോട്ടാൽ എന്നാ കിടക്കും? ദ വാല്യൂ ഇതാണ് എയറിലെ ഇതാണ് ഇതിൻ്റെ മിനിമം വാല്യൂ ആണ്. എപ്സിലോൺ 0 മിനിമം വാല്യൂ ആണ്. എയറിലാണ് വാട്ട് ഈസ് എ വാല്യൂ? 8.854 × 10⁻12 ആണ് ദിസ് വാല്യൂ. ഈ വാല്യൂ എല്ലാവരും ஞாபகம் വെക്കണം. വാട്ട് ഈസ് എ യൂണിറ്റ്? കൂളം സ്ക്വയർ, ന്യൂട്ടൺ (-1), മീറ്റർ (-2). ഓക്കെ, എല്ലാം ജസ്റ്റ് പോട്ട് പാപ്പം ഇതിൻ്റെ യൂണിറ്റ് ഇങ്ങനെ നമുക്ക് തരും. ഈ കെക്ക് വാല്യൂ പോട്ടാൽ പോതും 1/4 pi എപ്സിലോൺ 0. അപ്പോൾ വാല്യൂ പോട്ടാ എപ്സിലോൺ 0 ക്രോസ് പണി എടുത്താൽ നമുക്ക് ആരാ യൂണിറ്റ് ഇല്ലെന്നാൽ ഇങ്ങനെ കിടക്കും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ കെ വാല്യൂ കിടച്ചില്ലേ? കെ ഇസ് ഈക്വൽ ടു എന്നാ 1/4 pi എപ്സിലോൺ 0 എന്ന് കിടച്ചാച്ച്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ആരെ കിടക്കും? എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു 1/4 pi കെ എന്ന് കിടക്കും. കെയുടെ യൂണിറ്റ് ഓൾറെഡി കിടച്ചില്ല, ഇതൊരു ഇൻവേഴ്സ് വരും. കെയുടെ യൂണിറ്റ് എന്നാ കിടച്ചത്? കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം (-2). അപ്പോൾ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ്. ന്യൂട്ടൺ (-1), മീറ്റർ (-2), കൂളം സ്ക്വയർ എന്ന് വരും. കാരണം ഇൻവേഴ്സ് ആണ്. പാരുങ്കെ ഇൻവേഴ്സ് ആണ് കിടച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ ജസ്റ്റ് യൂണിറ്റ് അപ്പോൾ വരുവാങ്കിൽ. അപ്പോൾ ഇതാണ് ഒരേ ഒരു വിഷയം നിങ്ങൾക്ക് തിരിയണം. ഈ വാല്യൂ 8.854 × 10⁻12 ആ വാല്യൂ നല്ല തിരിയണം, ഈ വാല്യൂ തിരിയണം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ 9 × 10⁻9. ക്ലിയർ അല്ലേ? ഇപ്പോൾ കൂളംസ് ലോ. ഇനി കൂളംസ് ലോ நம்ம மீடியத்தில் நமக்கு டிஸ்கஸ் பண்ணலாம். அப்போ மீடியத்தை டிஸ்கஸ் பண்ணுறது முன்னாடி ரிலேட்டிவ் பெர்மிட்டிவிட்டி என்ற ஐடியா நம்ம தெரியணும். ரிலேட்டிவ் பெர்மிட்டிவிட்டி ஓர் நம்ம இதுக்கு ஒரு நைம் கூடி டைஎலக்ட்ரிக் கான்ஸ்டன்ட். பிகாஸ் நம்ம இது நெக்ஸ்ட் சாப்டர்லேக்கு போகும்போது நம்ம റിലേറ്റീവ് പെർമിറ്റിവിറ്റിയേക്കാൾ നമ്മൾ മോർ യൂസ് பண்ணுற ടേം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. രണ്ടുமே സെയിം ആണ്, பட் ரெண்டு இடத்துல நம்ம யூஸ் பண்ணணும் அவ்வளவுதான். அப்போ இங்கே நம்ம சாப்டரில் நம்ம டீல் பண்ணும்போது ரிலேட்டிவ் பெர்மிட்டிவிட்டி அப்படி நம்ம சொல்லுவாங்க. நெக்ஸ்ட் சாப்டரில் கெப்பாசிட்டர் கேஸில் வரும்போது நம்ம ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് യൂസ് பண்ணணும். രണ്ടുமே സെയിം ആണ്, രണ്ടുமே ഒന്നാണ്. ബട്ട് നമുക്ക് ഇங்கே രണ്ട് ടേം യൂസ് பண்ணி രണ്ട് നൈം പോട്ടാച്ച് അല്ലേ. ഇപ്പോൾ ഒരാൾ വീട്ടിൽ ഒരു നൈം ഇருக்கு, ഇനി നമ്മൾ സ്കൂളിൽ ഇനി ഒരു നൈം ഇருக்கு, അതേമാതിരി ഒരേ ആൾ தான். ക്ലിയർ? അപ്പോൾ ഇവിടെ കെ ഓർ എപ്സിലോൺ ആർ ആണ്. നെക്സ്റ്റ് പെർമിറ്റിവിറ്റി എന്നാ? പെർമിറ്റിവിറ്റി റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നിങ്ങൾ കേൾക്കുവാങ്ക പെർമിറ്റിവിറ്റി എന്നാ? പെർമിറ്റിവിറ്റി വേറെ എതുമില്ല, ഒരു മീഡിയം ഫീൽഡ് ലൈൻസിനെ പിന്നെ പാസ് பண்ணுறதுக்குள்ள എബിലിറ്റി ആണ്. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു പാസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ആ ഫീൽഡ് ലൈൻസ് പാസ് பண்ணுறதுக்குள்ள എബിലിറ്റിയെ നമ്മൾ എന്നാ சொல்லும்? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്ന് சொல்லும். ഓക്കെ, ഇവിടെ பாருங்க
ഈ നമുക്ക് നീറ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് ഈ ഒരു ടേമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദാറ്റ്? എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്. അതായത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എഴുതിയാൽ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് കിടക്കും. ക്ലിയർ അല്ലേ? ദ ഈ ഇക്വേഷൻ. അപ്പോൾ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അത് എഴുതിയ ഇപ്പടി കിടക്കുവാണെങ്കിൽ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അപ്പോൾ മീഡിയം കളിച്ച് ഇനി നമ്മൾ ഈ ഫോഴ്സ് நம்ம കൂളംസ് ലോയിൽ അപ്ലൈ பண்ணிയാൽ ഈ ഐഡിയ அதுக்கு முன்னாடி பாருங்க ഞങ്ങൾ എഴുതി இருக்கு ദാ കെയുടെ വാല്യൂ k for a medium 1/4 എപ്സിലോൺ m. അപ്പോൾ എന്നാ പോടാ എപ്സിലോൺ എമ്മുക്ക് ബദലായി എപ്സിലോൺ 0 എപ്സിലോൺ ആർ നമ്മൾ ഓൾറെഡി பார்த்தாச்சு. ദാ എപ്സിലോൺ ആർ എപ്സിലോൺ 0 അത് ഞാൻ ഇങ്ങനെ പോട്ടാச்சு. അതായത് 1/4 എപ്സിലോൺ 0 ഈ ടൈം പാരുങ്ക ഇതാരാണ് 1/4 എപ്സിലോൺ 0 അത് ഇതാണ് k ആണ് k അറ്റ് എയർ ആണ്. അപ്പോൾ k അറ്റ് എയർ ആണ് ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ. അപ്പോൾ k ഓഫ് മീഡിയം കിടച്ചാച്ച് k ഓഫ് എയർ ബൈ എപ്സിലോൺ ആർ. ജസ്റ്റ് അതോടെ റിലേഷൻ കാട്ടിയതാണ്. ഓക്കെ. അപ്പോൾ ഇതേമാതിരി അപ്പോൾ k വാല്യൂയുടെ ചേഞ്ച് ഇതാണ്. k വാല്യൂയുടെ ചേഞ്ച് മീഡിയത്തിന്റെ വാല്യൂ ഡിക്രീസ് ആകാണ്. അതാ എയറേക്കാൾ കമ്മി വാല്യൂ ആണ്. കാരണം എപ്സിലോൺ ആർ കൊണ്ട് ഡിവൈഡ് பண்ணிட்டு இருக்கு. പിന്നല്ലേ സിമ്പിൾ ആണ്. നമ്മൾ ഈക്വേഷൻ അനലൈസ് பண்ணிയ കിടച്ച ഐഡിയ ഇതേമാതിരി ഇതേ ചേഞ്ച് ആർക്കും വരും, ഫോഴ്സുക്കും വരും. അവളോതാ നിങ്ങൾ പാരും ഓതാ ഓക്കെ. ജസ്റ്റ് அதுக்கு മുന്നേ ഞാൻ ഇങ്ങനെ കാട്ടലാം. ദാ ഫോഴ്സുടെ ഇക്വേഷൻ എന്നാ എഫ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഞാൻ അതും കൂടെ എഴുതാം. ഫോഴ്സുക്ക് എന്നാ ഒരു മീഡിയത്തിൽ ഫോഴ്സുക്ക് എന്നാ ചേഞ്ച് വരും കാട്ടலாம் பாருங்க. അപ്പോൾ ഏற்கனவே നമ്മൾ എഴുതിയിருக்கு ഫോർ മീഡിയத்துக்கு ഒരു ഫോഴ്സ് എഴുതിയാൽ എന്നാ വരും k ഇൻറ്റു q1 q2 ബൈ ആർ സ്ക്വയർ இப்படி வருவாங்க. அது എയറിൽ എഴുതിയാൽ എന്നാ വരും എഫ് ഇസ് ഈക്വൽ ടു എഫ് എയർ ഇസ് ഈക്വൽ എഫ് 0 എന്ന് പോട്ട് എയറിലെ എഫ് 0 എന്ന് പോട്ട് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 q1 q2 ബൈ ആർ സ്ക്വയർ എന്ന് വന്നാച്ചു. അപ്പോൾ എഫ് മീഡിയം എഴുതിയാൽ ഇനി ഒരു മീഡിയത്തിൽ എഴുതിയാൽ എന്നാ വരും 1/4 എപ്സിലോൺ 0 എപ്സിലോൺ എം മീഡിയത്തിക്ക് എപ്സിലോൺ എം ഡിവൈഡ് ബൈ q1 q2 ബൈ ആർ സ്ക്വയർ എന്ന് വരുവാങ്കേ. ക്ലിയർ അല്ലേ? ഇനി എപ്സിലോൺ എം എന്നാ എപ്സിലോൺ എം ഏற்கனவே നമ്മൾ பார்த்தாச்சு. എപ്സിലോൺ എം എന്നാ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അപ്പോൾ എപ്സിലോൺ എമ്മുക്ക് ബദലാ 1/4 ഇൻറ്റു എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു q1 q2 ബൈ ആർ സ്ക്വയർ. ഇതെന്നാ ദാ പാരുങ്ക ഈ ഒരു ടേം പാരുങ്ക ഞാൻ ഇത് നോട്ട് പண்றத ടേം പാരുങ്ക ഇതെന്നാ 1/4 എപ്സിലോൺ 0 1/4 എപ്സിലോൺ 0 q1 q2 by r square 1/4 epsilon 0 q1 q2 by r square. The 1/4 epsilon 0 q1 q2 by r square that is f0. F0 means f in air. അപ്പോൾ f medium കടച്ചാച്ച് f medium is equal to f in air divided by epsilon r. ഈ എപ്സിലോൺ ആർക്ക് നമുക്ക് k എന്ന ടേമും പോടலாம். k എന്ന് യൂസ് பண்ணல. k എന്നാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. രണ്ടുമേ ഒന്നാ, രണ്ടുമേ സെയിം. സോ എനിക്ക് ഇതേമാതിരി f air divided by k എന്നും പോടலாம். അപ്പോൾ എന്നാ മീനിങ് ഈ സെയിം ചാർജസേ ഒരു മീഡിയത്തിൽ നമ്മൾ പോട്ട് വെച്ചാൽ അതുടെ ഫോഴ്സ് ഡിക്രീസ് ആകും. എവ്വളോ ടൈംസ് ഡിക്രീസ് ആകും? k ടൈംസ് ഡിക്രീസ് ആകും. ഇതെന്നാ എയറിലെ വാല്യൂ കാണ് കമ്പയർ ചെയ്യുമ്പോൾ k ടൈംസ് ഡിക്രീസ് ആകും. ഇതേമാതിരിയാണ് നമ്മൾ k എഴുതിയത്. k വാല്യൂ എവ്വളോ ചേഞ്ച് ആവും? k0 ബൈ പിന്നെ k വാല്യൂ നമുക്ക് പോട്ടിருக்கு എപ്സിലോൺ ആർ ചേഞ്ച് ആവും. k എന്ന് എഴുതാൻ പോകുന്നു. ക്ലിയർ? അതേ ചേഞ്ച് എങ്കിലും വരും ഈ ഫോഴ്സുക്കും വരുവാங்க. അപ്പോൾ നമ്മൾ എന്നാ ഞാൻ ഏற்கனவே சொல்லிയിരുന്നു എന്നാ ഈ രണ്ട് ചാർജ് നമ്മൾ എയറിൽ പോട്ട് വെച്ചാൽ മാക്സിമം ഫോഴ്സ് കിടക്കും. അപ്പോൾ കണ്ടിപ്പാ മീഡിയത്തിൽ പോട്ട് വെച്ചാൽ അതേക്കാൾ കമ്മി കിടക്കും. എவ்வளோ കമ്മി കിടക്കും? എഫ് എയർ ബൈ k ടൈംസ് ഡിക്രീസ് ആകും. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ഡിസ്കസ് പണിയത്. ഓക്കെ. അപ്പോൾ അത് നല്ല തന്നെ നമുക്ക് അത് യൂസ് പണി പ്രോബ്ലംസ് വരുമ്പോൾ ചെക്ക് ചെയ്യണം. വേറെ ഏതുമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ കാട്ടലാം. ഇങ്ങനെ കാട്ടലാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എയറിൽ പോട്ട് വെച്ചപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് കിടച്ചെന്ന് വെച്ചുക്കോங்க. എவ்வளோ ഫോഴ്സ് കിടച്ച് 10 ന്യൂട്ടൺ. നമ്മൾ ഒരു മീഡിയത്തിൽ പോട്ടാച്ച് ആ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എവ്വളോ 5. അപ്പോൾ ഇരുന്നാൽ വാട്ട് ഈസ് എ ന്യൂ ഫോഴ്സ് ഇൻ ദ മീഡിയ? മീഡിയത്തിലെ ഫോഴ്സ് എവിടെ വരും? മീഡിയത്തിലെ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഫോഴ്സ് ഇൻ എയർ ഈസ് 10 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് 2 ന്യൂട്ടൺ എന്ന് കിടക്കുവാங்க. ക്ലിയർ അല്ലേ? ഡിക്രീസ് ആയി. ഓക്കെ. അത് റിലേറ്റ് പണി ക്വസ്റ്റ്യൻസ് വരും. സോ നമുക്ക് സിമ്പിളായി സോൾവ് பண்ண முடியும். ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇതേമാതിരി ഗ്രാവിറ്റേഷണൽ ഫോഴ്സുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് பண்ணியிருக்கு. அதே ஐடியாஸ் இங்கே ரிப்பீட் ஆகும். புதுசாக எதுவும் இல்லை. இருக்கு, கொஞ்சம் அதிகமாக இருக்குது. அது நான் சொல்லலாம்.
நம்ம gravitation discuss பண்ணியபோது ரெண்டு மாஸ் the mass between the force between two masses அப்படிയാണ് நம்ம டிஸ்கஸ் பண்ணி രണ്ട് masses m1 and m2 അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആയിരുന്നു ഗ്രാവിറ്റേഷൻ the force should be attractive എല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആണ് ഇപ്പോൾ ഇங்கே அப்படிയല്ല നമുക്കേ தெரியும் പോസിറ്റീവും റിപ്പലിയും പോസിറ്റീവ് നെഗറ്റീവും അട്രാക്റ്റീവ് അപ്പോൾ ഇங்கே அப்படிப்பட்ட ചേഞ്ചസ് വരും ആ ചേഞ്ചസ് എന്നാ നമുക്ക് പാപ്പം ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ് എന്താണ് കൂളംസ് ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ പോയിന്റ് സ്റ്റേഷനറി ചാർജസ് അപ്പോൾ ചാർജസ് മൂവ് ചെയ്ത ഈ ചാപ്റ്ററുടെ നെയിമേ അപ്പടിയാണ് സ്റ്റേഷനറി ചാർജുടെ കേസാണ് നമ്മൾ ഇங்கே ഡിസ്കസ് பண்ணுவாங்க ஸோ மூவிங் சார்ஜில் இது அப்ளை பண்ண முடியாது ஸ்டேஷனரி சார்ஜில் மட்டும்தானே கூலம்ஸ் லோ ஆப்ளிகபிள் ഇനി നെക്സ്റ്റ് ആണ് പോയിന്റ് ചാർജസ് അത് നമ്മൾ ഗ്രാവിറ്റേഷനിലും കേട്ടാச்சு പോയിന്റ് മാസസിലാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻസ് അപ്ലൈ பண்ணுவாங்க അപ്പോൾ ഇതേമാതിരി Q1 രണ്ട് ചാർജസ് Q1 Q2 ഇതേമാതിരി പോയിന്റ് ചാർജസിലാണ് നമ്മൾ ഇത് അപ്ലൈ பண்ணுவாங்க ശരി ക്ലിയർ അല്ലേ ക്ലിയർ ഓക്കെ അതായത് Q1 Q2 മാതിരിയുള്ള പോയിന്റ് ചാർജസ് മീൻസ് ഈ ചാർജസ് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജ് ആണ് ഒരു വയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ചാർജ് ഇങ്ങനെയുള്ള കേസല്ല പോയിന്റ് ചാർജസ് ആ പോയിന്റ് ചാർജസിലുള്ള ഐഡിയയിലാണ് നമ്മൾ ഏത് അപ്ലൈ பண்ண முடியும் ഈ ഐഡിയ അല്ല ഫോർ பாருங்க ഇതൊരു വോളിയം സ്ഫിയറാണ് ഈ സ്ഫിയറുக்குள்ள இப்படிப்பட்ட சார்ஜஸ் டிஸ்ட்ரிபியூட் பண்ணியிருக்கு இங்கே அப்ளை பண்ண முடியுமா கண்டிப்பா முடியாது അപ്പോൾ പോയിന്റ് ചാർജസിലാണ് ഇത് ആപ്ലിക്കബിൾ ക്ലിയർ നെക്സ്റ്റ് ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഞാൻ சொல்லிയിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടിപ്പാ അട്രാക്റ്റീവ് ആണ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ് ഇത് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ലൈക്ക് ചാർജസ് റിപ്പലീവ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റീവ് ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ് അതെന്നാ മക്കളെ സെൻട്രൽ ഫോഴ്സ് ഇതേ ഐഡിയ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് பண்ணிருக்கு സോ ഞാൻ ഡീറ്റെയിൽ ആയി അங்கே നമ്മൾ அப்படிப்பட்ட ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഡിസ്കസ് பண்ணலாம் സെൻട്രൽ ഫോഴ്സ് ஆனால் ഞാൻ ജസ്റ്റ് ഷോർട്ട് ആയി എക്സ്പ്ലെയിൻ பண்ணலாம் അപ്പോൾ வேற எதுவும் இல்லை அதாவது நீங்க பாருங்க Q1 சார்ஜ் this is Q2 சார்ஜ் ക്ലിയർ അല്ലേ Q1 ചാർജ് Q2 ചാർജ് ഈ ഫോഴ്സ് നിങ്ങൾ പാരുங்க ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ആണ് അതായത് ഇവിടെ നമ്മൾ ചാർജ് Q1 Q2 ക്ലിയർ അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൾവേസ് ദ ലൈൻ ജോയിനിങ് ഓഫ് ദീസ് ടു ചാർജസ് ഈ രണ്ട് ചാർജ് കണക്ട് ചെയ്യുന്ന ഈ ലൈനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യും അപ്പടിപ്പെട്ട ഫോഴ്സ് ആണ് ആര് സെൻട്രൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതേമാതിരിയായിരുന്നു ഈ രണ്ട് ബോഡിയെ കണക്ട് ചെയ്യുന്ന ലൈനിലാണ് ഗ്രാവിറ്റേഷൻ പാരുங்க മേലെ പാരുங்க ഇங்கே ഓക്കെ ഈ ലൈനിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് അതേമാതിരി ലൈൻ ജോയിനിങ് ഓഫ് ചാർജസ് അങ്ങേ മാസ് ആണ് ഇங்கே ചാർജസ് ആ ലൈനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യും സോ ഇറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ഫോഴ്സ് നെക്സ്റ്റ് ഇറ്റ് ഫോളോസ് ഇൻവേഴ്സ് സ്ക്വയറിൽ അതേമാതിരി നമ്മൾ ഗ്രാവിറ്റേഷൻ നമുക്ക് தெரியும் F g m1 m2 by r സ്ക്വയർ ആണ് അവിടെയും F പ്രൊപ്പോർഷണൽ ടു 1 by r സ്ക്വയർ ആണ് അതേ ലോ അല്ലേ ഇங்கே നമ്മൾ ഡിസ്കസ് பண்ணியது F പ്രൊപ്പോർഷണൽ ടു 1 by r സ്ക്വയർ സോ അതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ അതായത് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ആയ ഒരു ഗ്രാഫ് ഞാൻ പോട്ട് ദാ പാരുங்க ഒരു ഗ്രാഫ് പോട്ടാല് ഓക്കേ ഒരു ഗ്രാഫ് പോട്ടാല് ദാ F versus R F versus R ഈ ഗ്രാഫ് പോട്ടാല് F is proportional to 1 by r square ഇതേ ഗ്രാഫ് നമ്മൾ ഗ്രാവിറ്റേഷനിൽ പോട്ടെടുക്കും അതായത് ഡിസ്റ്റൻസ് അധികമാകുമ്പോൾ ഫോഴ്സ് ഡിക്രീസ് ആവും ഇൻവേഴ്സ് റിലേഷൻ ആണ് അതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ക്ലിയർ അല്ലേ നെക്സ്റ്റ് പാരുங்க ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ് അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് பண்ணியிருக்கு കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടി എന്നാ ആ ഫോഴ്സ് പண்றத വർക്ക് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് அப்படிப்பட்ட ഫോഴ്സ് ആണ് யாரு കൺസർവേറ്റീവ് ഫോഴ്സ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് தெரியும் ഫ്രിക്ഷണൽ ഫോഴ്സ് കൺസർവേറ്റീവാ നോ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ എങ്ങനെയാണോ ആ സർഫസ് അല്ലെ അത് മൂവ് ചെയ്യുന്ന സർഫസ് ആ ഒരു സർഫസ് ഒക്കെ ഡിപ്പെൻഡ് ആവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ ഒരു ടേബിളിനെ ഒരു ടൈൽ പോട്ട സർഫസിൽ മൂവ് പண்றதுக்கு ഈസിയാണ് അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങേ കമ്മിയാണ് അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള വർക്ക് ഡിഫറെൻ്റ് ആണ് ഇനി ഒരു റഫ് സർഫസിൽ നമ്മൾ ഈ ഡെസ്കിനെ പുൾ പண்றதுக்கு கொஞ்சம் ഡിഫിക്കൽട്ട് ആണ് അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ആ സർഫസ് ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ് ബട്ട് ഈ ഫോഴ്സ് എന്നാണ് കൺസർവേറ്റീവ് ആണ് അതായത് ഈ ഫോഴ്സ് പண்றத വർക്ക് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് ഇനി അത് അപ്പടി சொல்லலாம் ഇല്ലെങ്കിൽ നമുക്ക് என்ன சொல்லலாம் വർക്ക് ഡൺ ഫോർ എ കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പ് ഒരു കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പിൽ ഈ വർക്ക് ഡൺ സീറോ ആകും ഇതെല്ലാം നമ്മുടെ ഡീറ്റെയിൽ ഇതെല്ലാം ഫസ്റ്റ് ഇയർ ടോപ്പിക് ആണ് നിങ്ങൾക്ക് നല്ല தெரியும் സോ കൺസർവേറ്റീവ് ഫോഴ്സ് മീൻസ് വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ആ ഫോഴ്സ് പண்றத ഒരു കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പിൽ അത് സീറോ ആണ് அப்படியே നമുക്ക് சொல்லலாம் இல்லனா எப்படி சொல்லலாம் the work done by the force is path independent clear അല്ലേ നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് is medium dependent ആണ് നമ്മൾ ഓർക്കണവേ சொல்லிയിരുന്നു
அது கெரோசினில் வேல்யூ அல்ல ஏர்ல, அப்போ வேல்யூ சேஞ்ச் ஆகும். பட் அப்படி அல்ல கிராவிடேஷனல் ஃபோர்ஸ், அது மீடியம் இண்டிபெண்டன்ட் ആണ്. രണ്ട് മാസ് എங்கே போட்டாலும், இங்கே போட்டாலும் இன்னொரு இடத்துல போட்டாலும் வாட்டரில் போட்டாலும் கெரோசினில் போட்டாலும் ஃபோர்ஸ் இஸ் சேம். பட் அப்படி அல்ல ചാർജസുടെ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയം ഡിപ്പെൻഡന്റ് ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് നമ്മൾ ഈ കേസും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് பண்ணி നമുക്ക് മുടിക്കണം. നെക്സ്റ്റ് കേസ് അടുത്തൊരു വീഡിയോയിൽ പാപ്പം. ഓക്കെ, നെക്സ്റ്റ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. വെക്ടർ ഫോം കൂളംസ് ലോ, ഇത് സിമ്പിളാണ് ഐഡിയ മക്കളെ. അതായത് നമ്മൾ ഇതേ ഐഡിയ പിന്നെ നമ്മൾ എங்கே ഡിസ്കസ് பண்ணியிருக்கு, ഗ്രാവിറ്റേഷനിൽ ഡിസ്കസ് பண்ணியிருக்கு. കൂളംസ് ലോ അവിടെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുടെ വെക്ടർ ഫോമാണ്. ഇത് കൂളംസ് ലോയുടെ വെക്ടർ ഫോമാണ്. ഈ ഫോഴ്സുടെ വെക്ടർ ഫോമാണ്, വേറെ എതുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും தெரியும். ഇതാ ഇവിടെ ചാർജ് പാരുங்க, Q1 ചാർജ് இருக்கு, Q2 ചാർജ് இருக்கு. ക്ലിയർ അല്ലേ? அது ரெண்டும் லைக் சார்ஜஸ் இருந்தால் ഈ രണ്ട് ചാർജസും റിപ്പൽ பண்ணுவாங்க. அப்ப இது റിപ്പൽ பண்ணும், இது റിപ്പൽ பண்ணும். ஓகே, ഈ രണ്ട് ചാർജസും റിപ്പൽ பண்ணுவாங்க. ക്ലിയർ? അപ്പോൾ ഞാൻ ഇപ്പോൾ പോടலாம். ദാ ഈ 1 2 റിപ്പൽ பண்ணும், 2 1 റിപ്പൽ பண்ணும். അതായത് ഇവിടെ 1 2 അതായത് ഫോഴ്സ് ഓൺ 1/2, അതാണ് F12. അതാണ് ഞാൻ ഈ കാട്ടിയിരിക്കുന്നത്, ദിസ് ഫോഴ്സ് F12. ഇനി ആരാണ് ഇത്? F21 ആണ്. അതായത് 2 റിപ്പൽഡ് ബൈ 1 ആണ്. അപ്പോൾ ഫോഴ്സ് ഓൺ 2/1, അതാണ് ഞാൻ ഈ കാട്ടി ഈ രണ്ട് ഫോഴ്സസ്. ക്ലിയർ അല്ലേ? ഈ ഫോഴ്സുടെ മാഗ്നിറ്റ്യൂഡ് എല്ലാവർക്കും തരും. വാട്ട് ഈസ് എ വാല്യൂ? K Q1 Q2/r² ആണ്. അത് എല്ലാവർക്കും തരും. ഇനി നിങ്ങൾ പാരുங்க, ഈ F12ന്റെ ഇക്വേഷൻ എന്നാ വരും? F12 മീൻസ് F12 is equal to എഴുതിയാൽ എപ്പടി വരും? F12 is equal to K Q1 Q2/r². ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. அதுக்கு முன்னாடி எப்படி ஒரு வெக்டர் எழுதும் அது தெரியண்டயா? எப்படி எழுதும் அது நம்ம ஃபர்ஸ்ட் இயர் டாபிக் ആണ്, എല്ലാവർക്കും അത് தெரியும். ஆனால் ഞാൻ ജസ്റ്റ് കാട്ടല്ല. ഫോർ എക്സാമ്പിൾ താങ്ക എ വെക്ടറുടെ യൂണിറ്റ് വെക്ടർ എപ്പോൾ എഴുതും? എ വെക്ടറുടെ യൂണിറ്റ് വെക്ടർ സിമ്പിൾ ആണ്. എ ക്യാപ്പ് എന്ന് നമ്മൾ ഡിനോട്ട് பண்ணுவாங்க. അത് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. മോഡുലസ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ അല്ലേ? അതായത് ഇപ്പോൾ എഫ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ തേവപ്പെട്ടാൽ F cap unit vector of F vector is equal to vector F divided by modulus of F vector. Magnitude of F. Clear അല്ലേ? ഇനി അതല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ R വെക്ടറിന്റെ തേവപ്പെട്ടാൽ R വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ തേവപ്പെട്ടാൽ is equal to vector R divided by modulus of R vector. Modulus means magnitude. ഇതെല്ലാം ഫസ്റ്റ് ഇയർ ടോപ്പിക് ആണ്, നിങ്ങൾക്ക് നല്ല தெரியும். സോ നിങ്ങൾ പാരുங்க, എനിക്ക് ഇത് വെക്ടറായി റെപ്രസെന്റ് பண்ணணும். അപ്പോൾ எப்படி റെപ്രസെന്റ് பண்ணும்? ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. K Q1 Q2/r². അങ്ങനെയുള്ള ഫോഴ്സുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഡിറക്ഷൻ കൂടി കാരണം. ഡിറക്ഷൻ എന്നാ? F12ന്റെ ഡിറക്ഷൻ ആണ്. അപ്പോൾ F12ന്റെ ഡിറക്ഷൻ ഇതാണ്, ഈ ഡിറക്ഷൻ ആണ്, ഈ ഡിറക്ഷൻ ആണ്. അതായത് R12 ആണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് R അല്ലേ? ഈ R വെക്ടറുടെ യൂണിറ്റ് വെക്ടറാണ് R12. അതിൻ്റെ ഡിറക്ഷൻ ആണ് R12 ക്യാപ്. അപ്പോൾ എനിക്ക് സിമ്പിളായി ഇതാ ഞാൻ കാട്ടി വെച്ച് R12 ക്യാപ്. ക്ലിയർ അല്ലേ? പാരുങ്ങേ, അപ്പോൾ ഈ വെക്ടർക്ക് ഡിറക്ഷൻ ആയി. ഡിറക്ഷൻ ആരാണ്? R12 ക്യാപ് ഡിറക്ഷൻ. ഇനി വാല്യൂ ചേഞ്ച് ആകുമോ? കണ്ടിപ്പാ ചേഞ്ച് ആകാതെ. റീസൺ എന്നാ? ഇത് യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1. സോ ദ വാല്യൂ റിമൈൻസ് സെയിം. ബട്ട് നമുക്ക് ഡയറക്ഷൻ കിടച്ച് വാല്യൂ ചേഞ്ച് ആയില്ല. സോ ദിസ് ഈസ് എ വെക്ടർ ഫോം. നമുക്ക് കൊഞ്ചം കൂടെ ഇത് എഴുതാം. എപ്പടി എഴുതാം? ഈ ഐഡിയ അപ്ലൈ பண்ணுங்க. യൂണിറ്റ് വെക്ടറുടെ വാല്യൂ എന്നാ? വെക്ടർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ്. അപ്പോൾ അതേ ഐഡിയ അപ്ലൈ பண்ணுங்க. R12 ക്യാപ് ഇസ് ഈക്വൽ ടു R vector divided by magnitude of R. Magnitude of R means simply R. അതല്ലേ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എനിക്ക് ഇത് ഇപ്പടിയും എഴുതലാം. F12 is equal to K Q1 Q2 divided by R² into R12 ക്യാപ്പിനെ റീപ്ലേസ് பண்ணണം. എപ്പടി റീപ്ലേസ് பண்ணണം? വെക്ടർ R divided by magnitude of R. Magnitude of R is R. അതായത് എപ്പടി വരും? F12 is equal to K Q1 Q2 divided by R². സോറി, ഇവിടെ R² into R. അപ്പോൾ എന്നാ വരും? R³ എന്ന് വരും. R³ into R വെക്ടർ. ക്ലിയർ അല്ലേ? ഇനി മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആകാതെ, കാരണം ഈ R വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തരും 6 ആണ്. അപ്പോൾ 6 ക്യാൻസൽ ആയി, സെയിം വാല്യൂ കിടക്കും. അത് പ്രശ്നമില്ല. അപ്പം വെക്ടറായി എഴുതുമ്പോൾ ഡിറക്ഷൻ കൂടി തേവപ്പെടും. അതാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വെക്ടർ ഫോം. ഇത് ഞാൻ F12 പോട്ടത്. ഇതേമാതിരി നമുക്ക് ആർക്കും പോടലാം, F21 പോടലാം. അപ്പോൾ എവിടെ വരും? ഞാൻ ഇങ്ങനെ എഴുതാം. ഇതേമാതിരി F21 പോടലാം. ക്ലിയർ? பாருங்க F21 போட்டால் இதே மாதிரி நீங்கள் சொல்லுங்கள் F21 is equal to magnitude சேமா K Q1 Q2 divided by R². ഇനി ഡിറക്ഷൻ കാരണം ഡിറക്ഷൻ എന്നാ? R21 ക്യാപ്പ് ആണ്. അപ്പോൾ ഇതാണ് ഡിറക്ഷൻ R21 ക്യാപ്പ്.
அப்போ இதே மாதிரி R21 கேப்பிന് R வெக்டர் டிவைட் பை மாடுலஸ் ஆஃப் R வெக்டர்னு போடலாம். அப்படி போட்டால் என்ன வரும்? இதே மாதிரி வரும் KQ1 Q2 டிவைட் பை R ஸ்கொயர் இன்டூ ഇവിടെ என்ன வரும்? R21 கேப் എന്ന് വരും. R21 கேப் ക്ലിയർ അല്ലേ? R21 கேப் എന്ന് വരും. ക്ലിയർ? ഇനി നിങ്ങൾ പാരുങ്ക ഈ R12 ക്യാപ്പും ഇങ്ങനെയുള്ള R21 ക്യാപ്പും ഓപ്പോസിറ്റ് ഡിറക്ഷനലി ഓപ്പോസിറ്റ് ആണ്. പാരുങ്ക R12ന്റെ ഡിറക്ഷനും R2 രണ്ട് യൂണിറ്റ് വെക്ടർ ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആ, ബട്ട് ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതാവത് എനിക്ക് சொல்ல முடியும் R12 ക്യാപ്പും R21 ക്യാപ്പുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആ, ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൈനസ് പോടണം. ഇത് നിനക്ക് തെരിഞ്ഞ ഐഡിയ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ എനിക്ക് ഈ R21ക്ക് എന്നാ പോടലാം? R21 is equal to ഈ നെഗറ്റീവ് ഇപ്പടി പോട്ടാൽ മൈനസ് R12 ക്യാപ്പ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ R21 എന്നാ വരും? മൈനസ് R12. അപ്പോൾ ഇങ്ങനെ ഒരു R21 ഇருக்கு. പാരുങ്ക R21 ഇருக்கு. ഈ R21ക്ക് എന്നാ പോടലാം? മൈനസ് R12 എന്ന് പോടലാം. അപ്പോൾ എന്നാ വരും? ദാ KQ1 ഞാൻ ഇങ്ങനെ എഴുതാം. വെയിറ്റ് பண்ணுங்க. ദാ അപ്പോൾ എന്നാ വരും? F is equal எனக்கு கிடைச்சது F21 is equal to KQ1 Q2 divided by R square into R21 cap എന്ന് കിടച്ചു. നെക്സ്റ്റ് KQ1 Q2 divided by R square into ഇതെന്നാ പോകണം? മൈനസ് ഓഫ് R12 ക്യാപ്പ് എന്ന് കിടച്ചു. ക്ലിയർ അല്ലേ? അത് റീസൺ എന്നാണ്? R21 R12 മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, ഡിറക്ഷൻ വൈസ് ഓപ്പോസിറ്റ് ആണ്. വെക്ടറുടെ ഐഡിയ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് அப்போ எனக்கு என்ன போடலாம்? ഈ R12 முன்னாடி தான் சேஞ்ச் பண்ணியிருக்கு, அதே மாதிரி சேஞ்ச் பண்ணலாம். அப்போ என்ன வரும்? മൈനസ് കെ, ഈ മൈനസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോട്ടാച്ചു. അപ്പോൾ KQ1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ ഇൻറ്റു ഇതുക്ക് ബദൽ എന്നാ പോടലാം? വെക്ടർ R ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് R വെക്ടർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് R. അപ്പോൾ R ഇൻറ്റു R ക്യൂബ് എന്ന് വരും. അതായത് മൈനസ് KQ1 Q2 ഡിവൈഡഡ് ബൈ R വെക്ടർ ഡിവൈഡഡ് ബൈ R ക്യൂബ് എന്ന് കിടച്ചാച്ചു. ക്ലിയർ? അപ്പോൾ ആക്ച്വലി ഇതെന്നാണ്? KQ1 Q2 by R vector divided by R cube നമ്മൾ മുന്നാടിയെ പാത്താച്ച്. അതെന്നാണ്? F12 ആണ്. അതായത് എനിക്ക് കിടച്ചാച്ച് F21 is equal to മൈനസ് ഓഫ് F12. ഇതെന്നാ മക്കളെ? ഇതെന്നാ? ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് അല്ലേ? എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതുകൂടെ ചെക്ക് பண்ண முடியும். ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ കൂടി ഇങ്ങനെ നമുക്ക് വെരിഫൈ பண்ண முடியும். ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. ക്ലിയർ അല്ലേ മക്കളെ? വേറെ ഏതും ഇല്ല. ഈ KQ1 Q2 by R square എന്നാ? KQ1 Q2 R ക്യൂബ് എന്നാ? നമുക്ക് മുന്നാടി എഴുതിയിരിക്കും. ഞാൻ ഇതിന് മുന്നാടിയുള്ള സ്ലൈഡിൽ ഞാൻ എഴുതിയിരിക്കും. അതെന്നാ? അത് F12 ആണ് അല്ലേ? F12 നമുക്ക് കിടച്ച വാല്യൂ എന്നാ? KQ1 Q2 by R ക്യൂബ് ഇൻറ്റു R വെക്ടർ എന്ന് കിടച്ചിരിക്കും ഇല്ലയാ? കിടച്ചാ ഇല്ലേ? കിടച്ച്. അപ്പോൾ അതുക്ക് ബദലാ ഞാൻ ഇത് F12 എന്ന് ഇങ്ങനെ പോട്ടാച്ച്. അപ്പോൾ എന്നാ വരും? മൈനസ് ഓഫ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഇருக்கு, മൈനസ് ഓഫ് ഇവിടെ മൈനസ് ഇருக்கு, ആ മൈനസ് ഓഫ് F12 എന്ന് കിടച്ചാച്ച്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. അത് സിമ്പിളായി ഞാൻ ഇങ്ങനെ കാട്ടലാം. പാരുങ്ക പാരുങ്ക ദാ F12 F21 ഇത് രണ്ട് ഓപ്പോസിറ്റ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതുകൂടി വെരിഫൈ பண்ணியாச்சு. ஸோ நெக்ஸ்ட் உள்ள சூப்பர் பொசிஷன் பிரின்சிபல் ആണ്. ஸோ இதுவரைக்கும் நம்ம டிஸ்கஸ் பண்ணியது നിങ്ങൾക്ക് யூஸ் ஆயின்னு நினைக்கிறேன். ஸோ നിങ്ങൾക്ക് யூஸ் ஆயால் கண்டிப்பா நீங்க லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, ஷேர் பண்ணுங்க, நம்ம சப்போர்ட் பண்ணுங்க. நமக்கு சேர்ந்து நீட் எக்ஸாம் வரைக்கும் முன்னாடி போகலாம். ஸோ நமக்கு இன்னைக்கு கிளாஸ் ஸ்டாப் பண்ணலாம். தேங்க்யூ.